സ്വാഗതം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. പി ദിവ്യ ജാമ്യം കിട്ടി ഇറങ്ങുക. അത് ജാമ്യം കിട്ടിയാലും കേരള ജനതയുടെ മുമ്പിൽ ഇപ്പോഴും ദിവ്യ ഒരു നരാധമ തന്നെയാണ്. ഈ വാക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പ്രയോഗിക്കുന്നത് കേട്ടോ. ആ വാക്കിന് അർഹയാണ് പി ദിവ്യ. കേരളത്തെ മുഴുവൻ അത്ര ഞെട്ടിപ്പിച്ചതാണ്. ഇപ്പോഴും നവീൻ്റെ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ജനത നിൽക്കുന്നത്. പക്ഷെ കളക്ടർ എന്ന് പറയുന്ന മഹാമനുഷ്യന് ഈ ദിവ്യയെ രക്ഷപ്പെടുത്തക്ക രീതിയിലുള്ള മൊഴിയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് CPM ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ CPMൻ്റെ ചൊൽപ്പടിയിൽ നിർത്തുകയല്ലേ കളക്ടറെ? ദിവ്യയോടൊപ്പം തന്നെ മറ്റൊരു പ്രതി കൂടിയാകുകയല്ലേ യഥാർത്ഥത്തിൽ കളക്ടറും? നല്ലൊരു ഡിസ്കഷനാണിത്. കളക്ടർ മറ്റൊരു ആംഗിളിലാണ് കളക്ടറുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നിശ്ചയിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ നവീൻ ബാബു ADM ആണ്. സാധാരണ ഒരു ചെറിയൊരു ക്ലർക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഉദ്യോഗസ്ഥനല്ല, ADM ആണ്. ഡിസ്ട്രിക്റ്റിലെ രണ്ടാമനോ മൂന്നാമോ ഡെപ്യൂട്ടി കളക്ടർ ADM, അങ്ങനെ വളരെ ഉയർന്ന തസ്തികയിൽ ഒരു വളരെ റെസ്പെക്റ്റ് കിട്ടേണ്ട ഒരു പോസ്റ്റിലുള്ള ആളായിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ ഫസ്റ്റ് ദിവസമാണ്, സെക്കൻഡ് ദിവസമാണ് താമസിച്ചെങ്കിൽ പിന്നെ മനസ്സിലാവും. ജോയിൻ ചെയ്യാൻ ചെന്നതിൻ്റെ അരമണിക്കൂർ താമസിച്ചു. ചിലപ്പോൾ വാഹനം കിട്ടുക, പല പ്രശ്നങ്ങളുണ്ടല്ലോ. ഒന്നാം ദിവസമാണല്ലോ താമസിച്ചപ്പോൾ അതിന് മെമ്മോ കൊടുത്തു. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തോ ഒക്കെ വെച്ചിട്ട് ഒരു പ്രീ നോഷനിലോടുകൂടി കളക്ടർ ഇരുന്നിട്ടാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമല്ലോ. തൻ്റെ സഹപ്രവർത്തകരോട് ആരാ ഇപ്പോൾ വരാൻ പോകുന്ന ADM വരുന്നു എന്ന് പറയുന്നത്, ആരാ ADM എന്നൊക്കെ തിരക്കിയൊക്കെ വയ്ക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തോന്ന് പറയുന്നത്, ആദ്യ ദിവസം മുതലേ ഇദ്ദേഹമായിട്ടൊരു പ്രശ്നമുണ്ട്. രണ്ടാമത് കളക്ടർ ഇദ്ദേഹം ഈ ADM ഇത് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ സെൻഡ് ഓഫ് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. കളക്ടർ നിർബന്ധിച്ചിട്ടാണ് സെൻഡ് ഓഫ് നടന്നു എന്ന് പറയുന്നത്. കളക്ടർ നിർബന്ധിച്ച് സെൻഡ് ഓഫ് നടത്തുന്നു. കളക്ടർ നിർബന്ധിച്ചിട്ടാണ് ആര് വന്നു എന്ന് പറയുന്നത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ കളക്ടർ നിർബന്ധിക്കുന്നു ADMന് ഇത് വേണമെന്ന്. കളക്ടർ നിർബന്ധിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു. അവിടെ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കളക്ടർ എന്ത് ചെയ്യുന്നില്ല? ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറുപടിയിലും പറയുന്നില്ല. ഒരു ഖേദപ്രകടനവും നടത്തുന്നില്ല. അപ്പോൾ ശരിക്കും കളക്ടറുടെ റോൾ എന്താ ഇതിനകത്ത്? കളക്ടർ കറപ്റ്റാണോ? ഇതിനകത്ത് വേറൊരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. കാര്യം കളക്ടർമാരൊന്നും ദിവ്യപുരുഷന്മാരല്ലല്ലോ. അവിടെ ഒരുപാട് NOCകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി പല സമ്മർദ്ദങ്ങളുമുണ്ട് ADMൻ്റെ പുറത്ത്. അപ്പോൾ ADMനൊരു നല്ല ക്ലിയർ ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. കളക്ടർക്ക് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് വരാനുള്ള സമയമായിട്ടില്ല. ആരും ചെറുപ്പക്കാരനാണ്. അപ്പോൾ വലിയ ട്രാക്ക് റെക്കോർഡൊന്നും അങ്ങനെ വരാനുള്ള വളരെ സീനിയർ ഉദ്യോഗസ്ഥനല്ലല്ലോ. അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ADM ആവുന്ന സീനിയറായിട്ടാണ് റിട്ടയർ ആവാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സമ്മർദ്ദപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കളക്ടറെ പുറത്ത് തന്നെ എന്തെങ്കിലും പൊളിറ്റിക്കൽ സമ്മർദ്ദം വന്ന്, രാഷ്ട്രീയമാവാം, CPMകാരുടെ ആകാം, അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാർ ആരുടെ ആവാം, ഒരു പ്രഷർ വന്നിട്ട് പല കാര്യങ്ങൾക്കും പ്രഷർ വന്നിട്ട് കളക്ടറുമായി ഇദ്ദേഹമായിട്ട് തെറ്റിയെങ്കിൽ ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ച് ബോധപൂർവ്വം കളക്ടർ മെനഞ്ഞതാണ് ഇദ്ദേഹം അവിടെ വരുത്തിയത്. രണ്ടാമത് കഴിഞ്ഞല്ലോ. കഴിഞ്ഞിട്ട് കളക്ടർ റൂമിൽ ചെന്നിട്ട് ടാറ്റ പറയാൻ ചെന്നപ്പോൾ അതുവരെ കളക്ടർ പറയാതിരുന്ന കാര്യം പറയാൻ വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല. പ്രൂഫുമില്ല, പറയാനുള്ള സാധ്യതയില്ലല്ലോ. അങ്ങനെ ഒരാൾ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളിനോട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ സാധ്യതയില്ല, പറയാൻ സാധ്യതയില്ല. ഞാൻ വാങ്ങിച്ചു, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പ്രത്യേകിച്ച് പോകുന്ന ദിവസം ഒരു കാരണവശാലും പറയാൻ സാധ്യതയില്ല. അങ്ങോട്ട് ചോദിക്കാൻ തൻ്റെ മേലുദ്യോഗസ്ഥൻ. അതും മാത്രമല്ല, ഈ കൈക്കൂലി വാങ്ങുന്നവരും ആരോടും പറയാറില്ല, കൊടുക്കുന്നവരും പറയാറില്ല. അതൊക്കെ പ്രശ്നമാകുമ്പോഴാണ് ഇവിടെ നൂറുകണക്കിന് ഡിപ്പാർട്ട്മെൻറ്റുകളിലും നൂറുകണക്കിന് രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലി വാങ്ങുന്നില്ലേ ദിവസവും. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൈക്കൂലിയും കോൺട്രാക്റ്റും ഒക്കെ നടക്കുന്ന രാജ്യമല്ലേ. പക്ഷേ ആരെങ്കിലും വിളിച്ച് പറയാറുണ്ടോ ഞാൻ കൊടുത്തു? പക്ഷേ തെറ്റുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വാങ്ങിയിട്ട് തെറ്റുമ്പോഴാണ് വാശി വരുന്നത്, തന്നില്ല, അല്ലെങ്കിൽ വാങ്ങി കൂടുതൽ ചോദിച്ചു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചില കേസുകൾ വരുന്നത്, വിജിലൻസ് കേസൊക്കെ ചില കേസുകൾ വരുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം ഇങ്ങനെ അനുസ്യൂതം തുടരുന്നൊരു പ്രോസസ്സല്ലേ അഴിമതി. ഇന്ദിരാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെ വികസനമുണ്ടോ അവിടെ എന്തുണ്ട്? അഴിമതിയുണ്ട്. കറപ്ഷൻ ഇസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻ്റ് എന്നാണ്. വികസനം ഉണ്ടെങ്കിൽ അഴിമതിയുണ്ട്. റോഡ് പണിയുമെങ്കിൽ അഴിമതിയുണ്ട്. പാലം പണി എവിടെ എന്തുണ്ടോ അതിൻ്റെ ഒരു അനുവാദം കൊടുക്കണം, ഒരു NOC കൊടുക്കണമെങ്കിൽ അഴിമതിയുണ്ട് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കളക്ടറുടെ ഇതിനകത്തെ പങ്ക് വളരെ ഗൗരവമായി ആദ്യം മുതലേ സസ്പീഷ്യസ് ആണ്, സംശയാസ്പദമാണ്. അത് അദ്ദേഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് IASകാരനായതുകൊണ്ടാണ്. പക്ഷേ ഇതുപോലൊരു കേസിൽ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. ഈ കേസ് കുറച്ചുകൂടി ഉയർന്ന തലങ്ങളിലേക്ക് അന്വേഷിക്കണം. അതൊരു സെൻട്രൽ ഏജൻസി വന്ന് അന്വേഷിച്ചാലും കുഴപ്പമില്ല, CBIയോ അങ്ങനെ ഒരു സെൻട്രൽ ഏജൻസി വന്ന് അന്വേഷിച്ചാലും കുഴപ്പമില്ല. ആ കുടുംബം അത് ആവശ്യപ്പെടേണ്ട സമയമായെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അനുബന്ധമായ 2-3 ചോദ്യങ്ങളുണ്ട്.
ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നോ? നവീൻ ബാബുവിന് എത്ര ശത്രുക്കളുണ്ടായിരുന്നു? NOC തടസ്സം ഏതെങ്കിലും NOCകൾക്ക് തടസ്സം ചെയ്തിരുന്നോ? കോറി, അതുപോലെ തന്നെ പല കെട്ടിടങ്ങൾ, അവിടെ വെറ്റ്ലാൻഡ് നികത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിൽ. ഇതിന് തടസ്സം നിന്നിരുന്നോ? തടസ്സം നിന്നപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തിയിരുന്നോ? പ്രത്യേകിച്ച് ഭരണകക്ഷി ഇദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തിയോ? മേലുദ്യോഗസ്ഥർ സമ്മർദ്ദപ്പെടുത്തിയോ? കീഴുദ്യോഗസ്ഥർ വന്ന് റിക്വസ്റ്റ് ചെയ്തോ? അത് ഒരു വിഷയം. രണ്ടാമത്, എന്നിട്ട് ഇത് അനുവദിച്ചില്ലയോ? മനഃപൂർവ്വം ഇയാൾ താമസിപ്പിച്ചോ? ഏതെങ്കിലുമൊക്കെ ഫയൽ മനഃപൂർവ്വം നല്ല ഫയലാണ്, മനഃപൂർവ്വം താമസിപ്പിച്ചു, അങ്ങനെ ഒരു ഹാബിറ്റുള്ള ആളാണോ? അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പോയല്ലോ. പോയപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം കളക്ടർ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു അഭിപ്രായമൊന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. പിന്നെ അവസാനം എന്തോ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഇറങ്ങി. ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവിട്ടതാരാ? സ്വാഭാവിക ADM ആകുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവർ ഉണ്ടായിരിക്കും, ഡ്രൈവറായിരിക്കും. ആ ഡ്രൈവറാണോ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്? റെയിൽവേ സ്റ്റേഷനിൽ പോയ കാര്യം പറഞ്ഞു. സ്റ്റേഷനിൽ നിന്നാണ് ഭാര്യയെ വിളിച്ചു എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെങ്ങനെയാണ് ഇദ്ദേഹം വീണ്ടും റൂമിലെത്തിയത്? അപ്പോൾ ആരാണ് കൊണ്ടുവിട്ടത്? ആട്ടോ ആണെന്നും കാറാണെന്നും പറയുന്നു. ആട്ടോ ആയാലും കാറായാലും അതിൻ്റെ ഡ്രൈവറായാലും അതിൻ്റെ നമ്പർ എത്ര? കൊണ്ടുവിട്ടതിന് ശേഷം ഇയാൾ വാതിൽ തുറന്നിട്ട് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? സാധാരണ ഒരു റിസ്ക് എടുക്കുന്ന ഇത് റിസ്ക് ഉണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുമ്പോൾ മരിക്കാനും മരിക്കാതിരിക്കാനും ഒക്കെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കുന്ന ആൾ സ്വാഭാവികമായിട്ട് കതവ് കുറ്റിയിടുക എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രമുണ്ട്. ആദ്യം ചെന്ന് കതവ് കുറ്റിയിട്ടിട്ടായിരിക്കും ഇത് ചെയ്ത്. കതവ് തുറന്നിട്ട് ചെയ്തത് എന്താണ്? രാവിലെ തന്നെ അദ്ദേഹത്തിനെ ആദ്യം കണ്ടതാരാണ്? കളക്ടർ വിളിച്ചതാരാണ്? പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ സാധാരണ ബന്ധുമിത്രാദികൾ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ ആത്മഹത്യയുടെ കാര്യത്തിൽ സംശയം തീർച്ചയായിട്ടും. കാരണം ആദ്യം ഈ സാധാരണ നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതൊക്കെ എപ്പോഴാണ്? ബന്ധുമിത്രാദികൾ ചെന്ന് അവരുടെ സാന്നിധ്യത്തിലല്ലേ? അല്ല, അവരുടെ അനുമതി ഇല്ലാതാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഒപ്പിടണം. അതിനകത്ത് കുറെ തിടുക്കം കാട്ടിയെന്ന് മാത്രമല്ല, പരിയാരം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം, തിടുക്കം കാട്ടി ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ ബന്ധുക്കളുടെ ഒപ്പും കാര്യങ്ങളും ഭാര്യയുടെയോ ബന്ധുമിത്രാദികളുടെ ഒപ്പ് വേണം, നിർബന്ധമായി അവരെ കാണിക്കും. ഇതാണ് മാത്രമല്ല, ബോഡി ഇതാണോ? ഒരുപാട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ബോഡി ഇതാണ്, ബന്ധുക്കളൊന്ന് കറക്റ്റ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത്. ഞാൻ ഒത്തിരി ഇതുപോലത്തെ മരണങ്ങൾക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ളതാണ്. പല കേസിന് പൊതുപ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് പല കേസുകൾക്കും കൂടെ പോയിട്ടുണ്ട്. നമ്മുടെ ഒന്ന് രണ്ട് ബന്ധുക്കൾ ആക്സിഡൻറ്റ് മരിച്ചപ്പോഴും ഞാൻ പോയി. അപ്പം നമ്മൾ ചെന്ന് കണ്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് നമ്മളുടെ പറയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പ്രൈമറി കാര്യങ്ങൾ ഡോക്ടർ ഇറങ്ങി പറയാറുണ്ട് നമ്മളോട്. മറ്റേ ഡീറ്റെയിൽ വരുന്നത് പിന്നെ റിപ്പോർട്ടൊക്കെ പിന്നെ അവർ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിക്കാം, ഡോക്ടർ അവിടെ നിന്നാൽ ചോദിച്ചാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അതിനേക്കാൾ വേഗത്തിൽ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനകത്ത് കളക്ടറെ പോലുള്ള ആളുകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നു, പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻവോൾവ്മെൻറ്റ് വരുന്നു, അവരുടെ ഒരു സംഭാഷണം വരുന്നു, അവരുടെ പ്രേരണ വരുന്നു, ഒരാൾ മരിക്കുന്നു, അത് ആത്മഹത്യയാണെന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ചുരുളഴിയേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു വാർത്ത ഞാൻ ഒരു വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു. പത്തനംതിട്ടയുള്ള മലയാളപ്പുഴയുള്ള ഒരു പത്രപ്രവർത്തകൻ്റെ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് അവിടെ നമ്മുടെ നവീൻ ബാബുവിന് അവിടെ കോറി കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടും റിസോർട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടും വലിയ ശത്രുത അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അങ്ങനെ ശത്രുതയുണ്ട്. നവീൻ ബാബുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ അനധികൃത കോറികൾക്ക് അനുമതി നൽകുന്ന സ്വഭാവക്കാരനായിരിക്കില്ല. ഇരുന്നിടത്തൊന്നും അങ്ങനെ അത് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഒരു വശത്ത് അപ്പോൾ സമ്മർദ്ദം കാണുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പൊളിറ്റിക്കൽ സമ്മർദ്ദം കാണും. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാകും, നമ്മുടെ നാട്ടിലെ അനധികൃതമായ പല കാര്യങ്ങളും, അത് ഹോട്ടലാവട്ടെ, റിസോർട്ടാവട്ടെ, കോറി ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, അനധികൃതമായ അല്ലെങ്കിൽ വൻകിട വ്യവസായങ്ങൾ ഏതെടുത്താലും അതിലൊരു ബിനാമി കാണും, ഒരു പൊളിറ്റിക്കൽ ബിനാമി കാണും, വിവിധ പാർട്ടികളുടെ ബിനാമികൾ കാണും. കാരണം ഇവർക്കിത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവരെല്ലാ പാർട്ടികളുടെ ആളുകൾക്ക് ചെറിയ ചെറിയ ഷെയറുകൾ കൊടുക്കും. എല്ലാ പാർട്ടികളുടെ ബിനാമികൾ കാണും. നല്ല വലിയ ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് പങ്ക് കാണും. അവരുടെ പണം തന്നെ അതിനകത്ത് കാണും. കാരണം അങ്ങനെയൊക്കെ നടക്കുന്നൊരു നാടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുക എന്നല്ല വേണ്ടത്. ചർച്ചയ്ക്കപ്പുറം ഇതിലൊരു അന്വേഷണം, ഗൗരവമായ അന്വേഷണമാണ് നടക്കുന്നത്. അത് വീട്ടുകാർ ഡിമാൻഡ് ചെയ്യേണ്ട ഒരു അന്വേഷണം. ഈ വീട്ടുകാരുടെ മൊഴിയൊന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. വീട്ടുകാരുടെ മൊഴിയും അതുകൊണ്ട് പ്രശ്നമുണ്ട്. അതാ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പ്രശ്നമുണ്ട് സാറേ. അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവിടെ കുറേ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഡ്രൈവറുണ്ടല്ലോ. ഡ്രൈവർ ഇതിനകത്ത് ഒരു നിർണായക ഘടകമാണ്. ഈ മുനീശ്വരൻ കോവിലിനവിടെ ഇറക്കി എന്ന് പറയുന്നു. അവിടെയൊന്നും തന്നെ മൊഴി എടുത്തിട്ടില്ല. അത് മാത്രമല്ല, വേറെ താമസം എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണ് അദ്ദേഹം തിരിച്ചു പോയത്? അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ പലരുടെയും ഫോൺ പരിശോധിക്കേണ്ടതല്ലേ? ഒന്ന്, കളക്ടറുടെ ഫോൺ പരിശോധിക്കണം, ദിവ്യയുടെ ഫോൺ പരിശോധിക്കണം, പിന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഫോൺ, ഡ്രൈവറുടെ ഫോൺ. അത് വളരെ നിർണായകമാണ്. കാര്യം ഇദ്ദേഹം വന്നു നിന്നു പോയി, ഇദ്ദേഹത്തിന് മൊബിലിറ്റി മറ്റൊരാളിന് കൊടുക്കുന്ന ആരായിരിക്കും?
ഡ്രൈവറായിരിക്കും. ഇപ്പം ഞാൻ പോവുകയാണ്, ഞാൻ ഓഫീസറാണെങ്കിൽ എൻ്റെ കൂടെ ഡ്രൈവർ ആയിരിക്കും, കറക്റ്റ് അറിയാമെന്നുള്ളത്. സാർ ഇപ്പോൾ എത്തി റെയിൽവേ സ്റ്റേഷനിൽ, സാർ അവിടെ തിരിക്കുന്നു, ഇങ്ങോട്ട് വന്നാലേ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നു, ഇതെല്ലാ കാര്യങ്ങളും കൊടുക്കാൻ ഡ്രൈവറുടെ ഫോൺ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക തലത്തിലിരിക്കുന്ന ഒരാൾ മാത്രമല്ല, അദ്ദേഹത്തിന് ആരെങ്കിലും കൊണ്ടുവിട്ടിരുന്നോ, ഡ്രൈവറോടൊപ്പം വേറെ ആരെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പോയോ? സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. ഇദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹത്തിന് അവിടെ സുഹൃത്തുക്കളുണ്ടാവും, അല്ലെങ്കിൽ സാറിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്ന രീതികൾ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. മാത്രമല്ല, നമ്മൾ എപ്പോഴും ആത്മഹത്യ ചെയ്യുന്ന എപ്പോഴാണ്? ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു തിയറി എന്താണ്? പെട്ടെന്ന് നമുക്കൊരു ഇൻസ്റ്റിഗേഷൻ ഉണ്ടായി, നമ്മൾ പോയി ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ഇത് ആദ്യം റൂമിൽ പോയി ഡ്രൈവറുമായിട്ട് സംസാരിച്ചു, കാറിലിരിക്കുമ്പോൾ സംസാരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. സ്റ്റേഷനിൽ ചെല്ലുന്നു, ഭാര്യയെ വിളിക്കുന്നു, ഭാര്യയോട് വിഷയം പറയുന്നു, അപ്പോൾ ഭാര്യ പറഞ്ഞ് കുഴപ്പമില്ല, ചേട്ടൻ കയറി വരൂ എന്നൊക്കെ പറയുന്നു, അങ്ങനെ കേൾക്കും നമ്മൾ. ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് വിചാരിക്കണം അങ്ങ് ഒന്നുകൂടെ ആത്മഹത്യ ചെയ്തല്ല എന്ന് വിചാരിച്ച് പോയോ? അല്ല, അതുപോലെ ഈ പലയിടത്ത് നിന്ന് CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ശേഖരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഡ്രൈവർ ഇടയ്ക്ക് ഇറക്കി എന്ന് പറയുന്നു, അവിടെ നിന്ന് CCTV ദൃശ്യം സ്റ്റേഷനിൽ കാണും. സ്റ്റേഷനിലുണ്ടല്ലോ. പ്രത്യേകിച്ച് ADM പോലുള്ള ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ് അവിടെ പലർക്കും പരിചിതമായിരിക്കും. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോലീസ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേഷനിലുള്ളവരെ ചോദ്യം ചെയ്യണം. പിന്നെ ആട്ടോക്കാർ, ആ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ആട്ടോക്കാരുണ്ടായിരിക്കും, അവരുടെ ഒരു ഡീറ്റെയിൽസ് എടുക്കണം, അവിടുത്തെ CCTV എടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, വളരെ ഗൗരവമായ ഒരു അന്വേഷണം നടക്കണം. ദിവ്യജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇത് അവസാനിക്കുന്നില്ല. ഇത് ദിവ്യയിലേക്ക് മാത്രം ഫിക്സ് ചെയ്യരുത്, ഇനി അത് കളക്ടറിലേക്കും കൂടി പോകണം ഈ അന്വേഷണം. അത് അട്ടിമറിക്കപ്പെടരുത്. കളക്ടറുടെ പ്രസ്താവനകൾ, കളക്ടറുടെ ബോഡി ലാംഗ്വേജ്, കളക്ടർ പത്രക്കാരോട് സംസാരിക്കുന്നത് ഒക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് കളക്ടറെയും കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് നോക്കണം. മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കളക്ടറുടെ പുറത്ത് അല്ലെങ്കിൽ കളക്ടറെ നോക്കിക്കൊണ്ട് ചില ആരോപണങ്ങളോ അല്ലെങ്കിൽ ചില സംശയങ്ങളോ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു തുടങ്ങി. അങ്ങനെയല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം പത്രങ്ങളുടെ മുമ്പിൽ മനസ്സ് തുറക്കുന്നില്ല, എല്ലാം നിയമമാണെന്ന് പറയുന്നു, എല്ലാം പോലീസിലാണെന്ന് പറയുന്നു. അങ്ങനെയല്ല, കളക്ടറുടെ പങ്കും ഗൗരവമായി ഒരു അന്വേഷണ വിഷയമായി വരയണം എന്നാണ് ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ നവീൻ ബാബു മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.